ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാപത്തെക്കുറിച്ചും പാപപരിഹാരത്തെക്കുറിച്ചും ക്രിസ്തുവേശുവിനെക്കുറിച്ചുമുള്ള സദ്വാർത്ത ദൂതിൻ്റെ ആ തുടർചിന്തകളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഇത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 750 വർഷം മുൻപ് BC ജീവിച്ചിരുന്ന പ്രവാചകനായ കർത്താവിൻ്റെ ദാസനായ യെശയ്യാ പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വം, ആ മഹിമ, അധികാരം, മഹത്വം, അതിൻ്റെ തേജസ്, നാമങ്ങൾ, സ്വർഗത്തിലെ പദവികൾ, ഇതൊക്കെയാണ് ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ഇത് സങ്കീർത്തനത്തിൽ രാജാവായിട്ടുള്ള ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. അതിൽ 49-ാമത്തെ സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യ തിരുവചനങ്ങളാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അതായത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് വില, ആ മനുഷ്യവർഗത്തിൻ്റെ വില, അവൻ്റെ ആത്മാവിൻ്റെ വില ഒരു മനുഷ്യനും കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല, വീട്ടിൽ തീർക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എല്ലാ മനുഷ്യൻ്റെയും, സർവ്വ മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തിനേക്കാളും വിലയേറിയതാണ്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഇഹലോക ജീവിതകാലത്ത് പറഞ്ഞ ഒരു ഉപമയുണ്ട്. സുവിശേഷീകരണ പ്രവർത്തനം തൻ്റെ ആത്മീയ ശുശ്രൂഷ സമയത്ത് പറഞ്ഞൊരു ഉപമയുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. അതായത് 2 കടക്കാർ, യജമാനന് കടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ രാജാവിന് കടപ്പെട്ടിരുന്ന 2 കടക്കാരെക്കുറിച്ച് ഉള്ള ഒരു ഉപമ ഇതേയുള്ള ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആ പൈസ അടയ്ക്കുവാനായിട്ട് പറഞ്ഞു. അദ്ദേഹം കേണപേക്ഷിച്ചു. അപ്പോൾ ആ കേണപേക്ഷിച്ചപ്പോൾ രാജാവ് അഥവാ യജമാനൻ അദ്ദേഹത്തോട് ദയ തോന്നി അദ്ദേഹത്തിൻ്റെ പലിശയും കടവും ഇളച്ചു കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടെടുത്ത് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു. എന്നാൽ അദ്ദേഹത്തിന് വെറും 100 താലന്ത് മാത്രം കൊടുക്കുവാനുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ദാസൻ, ഈ ദാസൻ വഴിയിൽ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ഈ പണം, ഈ 100 താലന്ത് ആവശ്യപ്പെടുകയും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ തന്ന് വീട്ടിൽ കൊള്ളാൻ, ജോലി ചെയ്ത് തന്ന് വീട്ടിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഈ ദുഷ്ടദാസൻ അദ്ദേഹത്തെ പിടിച്ച് ഉപദ്രവിക്കുകയും പടയാളികളെ ഏൽപ്പിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മറ്റുള്ള ദാസന്മാർ കണ്ടപ്പോൾ ഇത് മഹാരാജാവിനോട് എന്ന്, അല്ലെങ്കിൽ യജമാനനോട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഉടനെ തന്നെ ഈ ദാസനെ വിളിച്ച് ഞാൻ നിനക്ക് 10,000 താളം, നിനക്കൊരിക്കലും, നിൻ്റെ ജന്മത്തിൽ ഒരിക്കലും വീട്ടുവാൻ കഴിയാത്തത്ര കടം ഞാൻ നിനക്കടച്ചു തന്നു. എന്നാൽ വെറും നിസ്സാരമായ 100 താലന്ത് അടച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? അതുകൊണ്ട് ഇനി നീ ഈ കടം വീട്ടുന്നത് വരെയും അതായത് തടങ്കലിൽ കഴിയാമെന്നും കൊണ്ട് അവനെ ശിക്ഷിക്കുവാനൊക്കെ ഇടയാത്തത്. അത് ഇതിനോടുള്ള ബന്ധം, അതായത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ നിരവധിയായ പാപങ്ങൾ, അതായത് മനുഷ്യവർഗം അത്രമാത്രം പാപം, കാര്യം ദൈവത്തിൻ്റെ നീതിക്ക് അവന് പാപപരിഹാരം വരുത്തുവാൻ അവൻ്റെ പ്രവൃത്തികളാൽ കൊണ്ട് അവന് കഴിയത്തില്ല. കാര്യം ഈ ഒരു ആത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത് ഈ മുഴു ലോകത്തിനേക്കാളും വിലയേറിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല എന്ന് കണ്ടോ. അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ തന്നെയാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്. കാര്യം മനുഷ്യരുടെ പ്രവർത്തികളാൽ ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം പരിഹാരം വരുത്തി പാപമോചനം നേടിയെടുക്കുവാൻ കഴിയത്തില്ല. അതും കൂടിയുണ്ട് ഈ തിരുവചനത്തിന്, അങ്ങനെയും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം പാപിയായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്.
അത് നമ്മൾ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ അത് ദൈവം തന്നെയാണ്. കാര്യം കർത്താവ് വന്നിവിടെ ഭൂമിയിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞില്ല, ഞാനും പിതാവും ഒന്നത്രേ, പിതാവ് പറയുന്നത് പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ആ പ്രവൃത്തി പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞ പോലെ മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ മാത്രമേ ഈ പാപപരിഹാരം സാധ്യമാകത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട്, വിശുദ്ധ ജീവൻ നയിക്കാനായിട്ട് കഴിയത്തില്ല, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ കാര്യം. പിന്നെ ദൈവം ജഡമെടുത്തത് എന്തിനാണ്? ഈ ജഡമെടുത്തത് എന്തിനാണെന്ന് ഒരിക്കൽ കൂടി എഴുതുന്നുണ്ട്. വചനം ജഡമായി തീർന്നു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. 14-ാമത്തെ തിരുവചനം, ദൈവം മനുഷ്യനായി വന്ന് അത് മനുഷ്യൻ്റെ പാപ പരിഹാരം സാധ്യമാകുമെന്ന് വ്യക്തമായി ഇപ്പം ഇത്രയും വചനം പറഞ്ഞല്ലോ. ദൈവം മനുഷ്യനായി, അതായത് പാപമില്ലാത്ത ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ഈ പാപപരിഹാരം ചെയ്താൽ മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ജഡമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചത്. അതാണ് തിരുവചനം പറയുന്നത്, വചനം ജഡമായി തീർന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിലും 7-ാം അധ്യായത്തിലും 14-ാം വാക്യത്തിലും കാണുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നത്. അതായത് ദൈവം തന്നെ ദൈവമാണ് വചനം ജഡമായി ഭൂമിയിൽ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 7-ാം അധ്യായത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അത് ജഡിക മനുഷ്യനെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഒരു ജഡം മനുഷ്യൻ, അതായത് ഈ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് 7-ാം അധ്യായത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് കാണുന്നത്. ഒരു ജഡം മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്കാണ് ക്രിസ്തുയേശു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ നാശകരമായ ശരീരത്തിൽ നിന്നും ജഡത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുയേശു മുഖാന്തരം സകലത്തിലും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. 8-ാം അധ്യായം ആരംഭിച്ച് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് ആ ജഡപ്രകാരമുള്ള മനുഷ്യനെ മാറ്റിയിട്ട് ആത്മപ്രകാരനായി ക്രിസ്തുവിലായിത്തീരുക. ആ ക്രിസ്തുവിലായിത്തീർന്നാൽ അങ്ങനെ ക്രിസ്തുവിലായിരിക്കുന്ന മനുഷ്യൻ, ക്രിസ്തുവിൽ തുടർന്ന് ജീവിക്കുന്ന മനുഷ്യന് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അത് ക്രിസ്തുയേശുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തിയതാണ്, വീണ്ടെടുത്തിരിക്കുകയാണ്. അത് വീണ്ടെടുപ്പ്, നമ്മൾ നീതീകരിച്ചു. പാപമില്ല എന്ന് ദൈവം നമ്മളെ ക്രിസ്തുയേശുവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ യാഗം ദൈവം നമ്മളിൽ നീതിയായിട്ട് കണക്കിട്ട് നിന്നിൽ പാപമില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്ന ആ കർമ്മത്തെയാണ്, അത് കോടതി വാക്കാണ്, അതിനാണ് പറയുന്ന നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം. അപ്പോൾ ആ നീതീകരണം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ, ആദാം മുതൽ മരിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തു 2026 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയിൽ യാഗം അർപ്പിച്ച് കഴിഞ്ഞു. അതിനി നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. അത് നമ്മൾ 16-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യം വായിച്ചതാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വസിച്ചില്ലുണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നാളിൽ എന്നുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവർക്കുമുള്ള ഏതവനുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പഴയത്ത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്.
അപ്പോൾ അതിവിടെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കും ക്രിസ്തുവേശുവിൽ നിലനിൽക്കുന്നവർക്ക്, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവൻ്റെ മരണം വരെ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൻ്റെ വരവ് വരെ എന്നാണ്. അതുവരെ നമ്മൾ വിശുദ്ധ ജീവിതം നയിപ്പാൻ, കാര്യം നമ്മൾ സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ അടിമത്തത്തിലും സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിലും നമ്മൾ സ്വതന്ത്രരാണ്. പക്ഷേ സ്വതന്ത്രരാണെങ്കിലും നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ ആ പ്രമാണത്തിൽ, വിശുദ്ധ പ്രമാണത്തിൽ ജീവിപ്പാൻ നമ്മളെ സ്വാതന്ത്ര്യം വരുത്തിയ ആളുടെ പ്രമാണത്തിൽ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അതായത് അതിനൊരു പരിധി വെച്ചു. നമ്മൾ വിശുദ്ധ ജീവിതത്തിനൊരു പ്രമാണമുണ്ട്, വിശുദ്ധ ജീവിതം നയിപ്പാൻ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിനുള്ളിൽ ജീവിക്കണം. അതാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിലും പാപത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. കാര്യം ജഡത്തിലാണ് ശിക്ഷ അനുഭവിച്ചത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ദൈവം തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതായത് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ നമ്മൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. പത്രോസ് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ തിരുവചനമാണത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. അതായത് പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം, പാപം ക്രിസ്തുവേശുവിന് മേൽ ചുമത്തി. ഈ സന്ദർഭമാണ് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ സർവ്വ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ദൈവത്തിൻ്റെ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയ സന്ദർഭമാണ് ഗെത്സമനായിലെ പ്രാർത്ഥനാ സമയം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ്, ക്രൂശീകരണത്തിന്, പീഡാനുഭവത്തിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ഗെത്സമനായിലെ പ്രാർത്ഥനാ സമയത്താണ് ഈ വചനത്തിൻ്റെ നിവൃത്തീകരണം വരുന്നത്. അതായത് പിതാവായ ദൈവം സർവ്വ മനുഷ്യൻ്റെയും പാപം ക്രിസ്തുവിന്മേൽ ചുമത്തുന്ന ആ പ്രവചനത്തിൻ്റെ ഈ തിരുവചനത്തിൻ്റെ നിവൃത്തീകരണം വരുന്നത് ആ സമയത്താണ്. അതുകൊണ്ടാണ് ആ വേദന സഹിക്കുവാൻ കഴിയാതെ കണ്ട് രക്തം വിയർപ്പ് തുള്ളികളായിട്ട് വെളിയിൽ വരുവാനൊക്കെ കൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ ശരീരത്തിനുള്ളിലുണ്ടായിരുന്ന രക്തം വിയർപ്പ് തുള്ളികൾ പോലെ വിയർപ്പ് കണങ്ങളിലൂടെ പുറത്തു വരുവാനൊക്കെ കൊണ്ട് ഇവിടെ ആയിത്തീർന്നു. അത്രമാത്രം വേദനയായിരുന്നു. കാര്യം ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവം അതാണ്. അത്രയ്ക്ക് ദൈവം പാപത്തെ വെറുക്കുന്നു. അതുകൊണ്ടാണ് അത്രയും ശിക്ഷ ദൈവം തന്നെ അനുഭവിച്ചത്, തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചത്. അതുകൊണ്ട് യഹോവ എന്നുള്ള ഇവിടെ ദൈവമെന്നാണ്, അതിന് പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവനെന്ന് പറയുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് മേൽ ചുമത്തി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ കഷ്ടം വരുത്തി. കണ്ടോ, ഇത് ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ പീഡാനുഭവത്തിന് 750 വർഷം മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. യെശയ്യാ പ്രവാചകന് കൊടുത്ത വെളിപ്പാടിനാൽ ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്ന കാര്യമായി. അതിൻ്റെ നിവൃത്തീകരണം നടക്കുന്നത് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അതിൻ്റെ നിവൃത്തീകരണം നടന്നു. അതാണ് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, കണ്ടോ, യേശുക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായത് നമ്മൾക്ക് സമാധാനം നൽകുവാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഇതെൻ്റെ സമാധാനം, അത് നിത്യ സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് സമാധാനത്തിനായുള്ള ശിക്ഷ, ഈ സമാധാനം നമുക്ക് ലഭിക്കാനുള്ള അത് നീങ്ങിപ്പോയത് അത് തിരിച്ച് ലഭിക്കുവാൻ അതിൻ്റെ ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷ, സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ, നമുക്ക് സമാധാനം ലഭിക്കുവാൻ ക്രിസ്തു ഈ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിരുന്നു. കാര്യം മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് അവന് സമാധാനം ഇല്ലാണ്ടായത്. അപ്പോൾ പാപത്തിന് ശിക്ഷയുണ്ട്, അത് ക്രിസ്തു ഏറ്റെടുത്തത് എന്തിനാണ്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ പാപത്തിൻ്റെ പരിണതഫലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം നമുക്ക് വീണ്ടും നൽകുവാൻ വേണ്ടിയാണ്. അതാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല, ഇത് നിത്യമായ സമാധാനമാണ് എന്ന് പറയുവാനുള്ള കാരണം.
അപ്പോൾ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുപിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണൽ, ശരീരത്തിൽ നിന്നുള്ള മുറിവിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ നമുക്ക് പാപത്തിൻ്റെ ആ പരിണിത ഫലമായി നമുക്ക് ലഭിക്കുന്ന ശിക്ഷയായി നമുക്ക് ലഭിച്ച് നമ്മുടെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള രോഗങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ് പൂർണ്ണ സൗഖ്യം നൽകുന്നത്. അപ്പോൾ ആ രക്തത്താൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ദൈവത്തിന് ഇഷ്ടം തോന്നി. അതായത് ദൈവം അവനെ കഷ്ടം വരുത്തി, അതായത് പാപത്തിൻ്റെ ശിക്ഷകൾ മുഴുവൻ അവൻ്റെ മേൽ ചുമത്തി. നിങ്ങൾ ഈ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം മുഴുവനായിട്ട് വായിക്കുക. അതിൽ വളരെ കൃത്യമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് വായിക്കുക. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അപ്പസ്തോല പ്രവൃത്തി 17-3. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്നും പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. കണ്ടോ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. കഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് തകർന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവൻ്റെ മുൻപിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ, ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ക്രൂശീകരണ അനുഭവം, ഈ കഷ്ടം അനുഭവിച്ചത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21, 22 തിരുവചനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വായിച്ചത്. ആദ്യം വായിച്ചത് 1 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വചനം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി ആയതുകൊണ്ട് കുറച്ച് വചനങ്ങൾ പറയാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. പിന്നെ പാപത്തിൻ്റെ വാഹനം, അതായത് പാപം സ്വീകരിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-29, 1 പത്രോസ് 2-24, യെശയ്യാവ് 53-6, കഷ്ടാനുഭവം യെശയ്യാവ് 53-10, യെശയ്യാവ് 53-ാം അധ്യായം മുഴുവനും, അപ്പസ്തോല പ്രവൃത്തി 13-ാം അധ്യായം 3-ാം വാക്യം, ലൂക്കോസ് 24-6, 1 പത്രോസ് 3-18, എബ്രായർക്കെഴുതിയ ലേഖനം 2-10, മരണശിക്ഷ, അതായത് മരണത്തിൻ്റെ ആ മരണശിക്ഷ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് റോമാലേഖനം 8-3, യെശയ്യാ പ്രവചനം 53-10 നമ്മൾ വായിച്ചു. 6 പിന്നെ കൊലോസ്യ ലേഖനം 1-21, 22 അത് നമ്മൾ പറഞ്ഞതാണ്. 1 പത്രോസ് 3-18, എബ്രായർ 2-9-10. അപ്പോൾ ഈ തിരുവചനങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക. എന്നിട്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ശിക്ഷകളേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഏറ്റെടുത്ത് ദൈവമക്കളായി തീരുകയും ചെയ്യുക. നിങ്ങൾ ഈ സുവിശേഷത്തിലെ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ഈ സ്വർഗീയ സന്ദേശത്തിലെ ആ സന്ദേശങ്ങൾ കേൾക്കുക, കാണുക, മാനസാന്തരപ്പെടുക, വീണ്ടും ജന്മം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുക, ക്രിസ്തുവിനോട് ചേരുക, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്നുള്ള ആ വിശുദ്ധമായ അനുഭവത്തിൽ, ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആത്മീയ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക. എന്നാൽ നിങ്ങൾക്ക് നിത്യതയിൽ ആ അനുഭവത്തിൽ അക്ഷരികമായി ജീവിക്കാനുള്ള ആ സ്വർഗീയ വാഗ്ദാന നിവൃത്തീകരണം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. തിരുനാമത്തിന് മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ.